ഫ്രണ്ട്സ്, മൊബൈൽ വഴി നമ്മൾ ഓരോ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് തരുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്, പുതിയൊരു ആപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് അറിഞ്ഞപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുകയും 3-4 പേയ്മെൻറ്റ് ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്കായിട്ട് കിട്ടുകയും ചെയ്തു. അതിൻ്റെ തെളിവ് സഹിതമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ തെളിവ് സഹിതം ഞാൻ കാണിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മണി എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ഗൂഗിൾ പേ, ഫോൺ പേ, പിന്നെ പേടിഎം എന്നൊക്കെ പറയുന്ന ആപ്പുകൾ നമ്മൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ പിന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും പൈസയൊക്കെ കിട്ടുമായിരുന്നു. ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നു. 50 രൂപ വരെയും അതിന് മുകളിലൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമായിരുന്നു. പിന്നീട് ഇപ്പോൾ അതൊക്കെ അവർ നിർത്തലാക്കിയിട്ട് അവർ ഈ ഓഫറുകളൊക്കെയാണ് അത് തരുന്നത്. നമ്മുടെ ഗെയിമിൻ്റെതും അല്ലാതെയുള്ള കൂപ്പണുകളൊക്കെ ആയിട്ട് ഓഫറുകളൊക്കെയാണ് അവർ തരുന്നത്. ഇപ്പോൾ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ പിന്നെ UPI പേയ്മെൻറ്റായ സൂപ്പർ മണിയിൽ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെനുവിൽ വന്നത് കാണിക്കും, അതിൻ്റെ ഐക്കൺ കാണിക്കും, നീല ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ആവും. ഓപ്പൺ ആയിക്കുമ്പോൾ ടാപ്പ് ടു സ്കാൻ, അത് സ്കാനറാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. സ്കാനർ ഓപ്പൺ ആവും. നമുക്ക് അതിലൂടെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം സെൻഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിലേക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് അറിയാനായിട്ട് പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണിക്കാം. ഇപ്പോൾ കാണാൻ എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ പേയ്മെൻറ്റുകളാണ്. ഞാൻ നടത്തിയ പെട്രോളൊക്കെ അടിക്കാനായിട്ടും ചെറിയ വെള്ളം കുടിക്കാനൊക്കെ ചിലവാക്കി 10-20 രൂപയുടെയൊക്കെ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കിൻ്റെ ആണ് ഈ കാണുന്നത്. ലിസ്റ്റാണ് കാണുന്നത്, ഹിസ്റ്ററി കാണുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെ പിന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ പേയ്മെൻറ്റ് നമുക്ക് ചെറിയ 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 എമൗണ്ട് നമുക്കിങ്ങനെ കിട്ടും. ഇപ്പോൾ 20 രൂപയ്ക്ക് ചെയ്താൽ പോലും നമുക്കൊരു 60 പൈസ ആ റേഞ്ചിലൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, ക്യാഷ് ബാക്കിൻ്റെ ഓപ്ഷനാണ് മുകളിൽ കാണുന്ന പച്ച കോളത്തിൽ സ്വൈപ്പ് ടു റിഡീം എന്ന് കാണുന്നത്. ആ ആരോ ഇടത്ത് നിന്ന് വലത്തേക്ക് നമ്മൾ നീക്കി കഴിയുമ്പോഴത്തേക്കും പൈസ നമുക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്. ഇപ്പോൾ കാണാം, നമ്മൾ നീക്കി കഴിഞ്ഞു. പൈസ വീഴുന്നതിൻ്റെ സിമ്പിളാണ്, നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കാണിക്കുന്നതിൻ്റെ സിമ്പിളാണ് കാണിക്കുന്നത്. 3 രൂപ 30 പൈസയാണ് ഇപ്പോൾ റിഡീം ചെയ്യാനായിട്ട് കാണിക്കുന്നത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം ആയിട്ടുണ്ട്. താഴത്തെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആയി, കണ്ടോ? അപ്പോൾ എനിക്ക് മൊത്തം കിട്ടിയത് 990. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ.